എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. PM കിസാൻ ആനുകൂല്യം ലഭിക്കുന്നവർ കദർ രജിസ്ട്രേഷനും അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷനും ചെയ്യേണ്ടുന്നതുണ്ടോ? കൂടാതെ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷനിൽ പെൻഡിംഗ് വരുന്നത് എന്തുകൊണ്ടാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നിവിടെ പരിശോധിക്കുന്നത്. PM കിസാനുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശകലനങ്ങളും ഓൺലൈൻ വീഡിയോകളും യഥാസമയം ലഭിക്കുന്നതിന് നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അഗ്രി സ്റ്റാക്ക്, കദർ രജിസ്ട്രേഷൻ എന്നിവ കർഷകരുടെ വിവരങ്ങൾ ഡിജിറ്റലായി സൂക്ഷിക്കുന്ന പ്ലാറ്റ്ഫോമുകളാണ്. PM കിസാൻ ആനുകൂല്യം ലഭിക്കുന്നവർക്കുള്ള അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ 2025 ജൂൺ ജൂലൈ മാസങ്ങളിലായി ചെയ്തതാണ്. ആ സമയത്ത് ഏതാണ്ട് നല്ലൊരു ശതമാനം ആൾക്കാർ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ മെയ് 30-നകം ഇനി രജിസ്റ്റർ ചെയ്യാനുള്ളവർ നിർബന്ധമായും ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്ക് ഭാവിയിൽ ആനുകൂല്യം കിട്ടാതെ വരും. എന്നാൽ നേരത്തെ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവരിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും അപ്രൂവൽ ആയിട്ടില്ല. ഇപ്പോഴും പെൻഡിങ് എന്നാണ് കാണിക്കുന്നത്. ഇങ്ങനെ പെൻഡിങ് കാണിക്കുന്ന കേസുകളിൽ നമുക്ക് ഓൺലൈനായി ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറാണ് ഇത് വെരിഫൈ ചെയ്ത് ആ സ്ഥലത്തിൻ്റെ വെരിഫിക്കേഷൻ നടത്തി വെരിഫൈ ചെയ്ത് അപ്രൂവൽ ആക്കിയാൽ മാത്രമേ ഈ പെൻഡിങ് സ്റ്റാറ്റസ് മാറൂ എന്നാണ് അറിയാൻ സാധിച്ചത്. രജിസ്ട്രേഷൻ സമയത്ത് നമ്മൾ കൊടുത്ത ബ്ലോക്ക് നമ്പരും സർവേ നമ്പരും സബ് ഡിവിഷൻ നമ്പരും ഒക്കെ വെരിഫൈ ചെയ്താണ് അതാത് വില്ലേജ് ഓഫീസർ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടുന്നത്. ഇനി അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ അപ്രൂവൽ ആയിട്ടുണ്ടോ എന്ന് മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് അറിയുവാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് മുകളിലായ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. എന്തു തന്നെയായാലും അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിരിക്കുകയാണ്. എല്ലാവരും ചെയ്യണം, എങ്കിൽ മാത്രമേ തുടർന്ന് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു ഫാർമർ ID ലഭിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ പുതിയതായിട്ടൊക്കെ ഇപ്പോൾ PM കിസാൻ അപേക്ഷിക്കുമ്പോഴും ഒക്കെ ഈ അഗ്രി സ്റ്റാക്ക് ഫാർമർ ID വെച്ചാണ് ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അഗ്രി സ്റ്റാക്കിൽ നിന്നും രജിസ്ട്രേഷൻ വഴി ലഭിക്കുന്ന ഫാർമർ ID വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷനും കദർ രജിസ്ട്രേഷനും തമ്മിലുള്ള വ്യത്യാസം. അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. PM കിസാൻ ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളും സബ്സിഡികളും ഒക്കെ ലഭിക്കുന്നതിന് അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ ID നിർബന്ധമാണ്. ഫസൽ ബീമ യോജന, കിസാൻ ക്രെഡിറ്റ് കാർഡ്, വളം സബ്സിഡി, സ്റ്റേറ്റ് ഹോർട്ടികോർപ്പ് മിഷൻ്റെ കേന്ദ്ര ഫണ്ടുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ തുടങ്ങിയവയൊക്കെ ലഭിക്കുന്നതിന് അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അതേസമയം കദർ രജിസ്ട്രേഷൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കാർഷിക ആനുകൂല്യങ്ങളും സബ്സിഡികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ PM കിസാനുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. PM കിസാൻ ആനുകൂല്യം ലഭിക്കുന്നവർ കദർ രജിസ്ട്രേഷൻ എടുക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാർഷിക ആനുകൂല്യങ്ങൾക്കും കൃഷിയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ അയക്കുന്നതിനുമൊക്കെ കദർ രജിസ്ട്രേഷനും കദർ IDയും നിർബന്ധമാണ്. അഗ്രി സ്റ്റാക്ക് പെൻഡിങ്ങുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ അധികം താമസിക്കാതെ ഈ പെൻഡിങ് ഒഴിവാക്കി അപ്രൂവൽ നടപടികൾ സ്വീകരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കദർ രജിസ്ട്രേഷനും അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷനും സംബന്ധിച്ച സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അടങ്ങിയ വിശദമായ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ഇതിൻ്റെയും ലിങ്ക് കൊടുത്തിരിക്കാം. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.